പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ യാത്ര, നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവവേദലേ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ ആരെ കോണ്ടാക്ട് ചെയ്യുന്നുവോ, ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ, എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ, നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും, അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ, ഇന്ന് നിൻ്റെ ചിന്തകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നിൻ്റെ എഴുത്തുകൾ, തീരുമാനങ്ങൾ കർത്താവ് ആശീർവദിക്കട്ടെ. ദൈവത്തിരുസന്നിധിയിലെ വൃത്തിമനയോട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാടെന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് നിഷ്കാപട്യോ നിഷ്കപടതെന്ന് പറയണത്. ഭക്തി, അതായത് ദൈവസ്നേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ കാപട്യം, നിഷ്കപടത എന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിലും കാപട്യം ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല. യാക്കോബ് 1650 കൊല്ലം മുമ്പ് കാണിച്ച കാപട്യമാണ് ഈശോ നദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത്. എൻ്റെ അർത്ഥം ദൈവതിരുസന്നിധി ഈ സാധനം വെച്ച് പൊറുപ്പിക്കലെന്നാണ് വിചാരിക്കണം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം. കാപട്യം ഉണ്ടാകരുതെന്ന്. നിങ്ങൾ നല്ല നിലപാടിൽ, നയങ്ങളിൽ, സമീപനങ്ങളിൽ കാപട്യം ഉണ്ടാകരുത്. കർത്താവിൻ്റെ പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ. അവിടെ നിന്ന് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നല്ലേ. മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയേ, ലൂക്ക 4:6. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം.
നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. അപ്പൊ അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലെ? അതൊന്ന് വായിച്ചത്. പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. അപ്പൊ എങ്ങോട്ടാ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് മരുഭൂമി ചെന്നിട്ട് സംഭവിക്കുന്ന വിഷയങ്ങളാണിത്. ഉയർന്ന സ്ഥലങ്ങൾ, നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങൾ കാണും. ഒത്തിരി പേര് ആ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞ ഉയർന്ന നിലത്ത് നിൽക്കുമ്പോൾ നമ്മൾ പൊതുജനങ്ങളെ കാണും, എല്ലാവരെയും കാണും. അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കും. കാപ്പട്ടി വന്ന വഴിക്കാണേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ഗാനം നല്ലോണം പാടുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് നല്ല പേരുണ്ട് നാട്ടിൽ. അയാൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു ബിഷപ്പിനോട് ഞാൻ 5 രൂപ ചോദിച്ച്, എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല. അതുകൊണ്ട് ഞാൻ സഭയിൽ അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതാണ് അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷിക്കുത്തം ഉണ്ടാവില്ല മനുഷ്യന്. അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്തം ഉണ്ടാവില്ല. അപ്പോൾ മനസാക്ഷിക്കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പുസാക്ഷിനെ സൃഷ്ടിച്ചെടുക്കുകയാണ്. വല്ലൂർ പോയി ബിഷപ്പുമാരോട് 5 രൂപ ചോദിക്കുക. അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ്, ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരമാണെന്ന് മനസ്സിലാണില്ലേ? അപ്പോൾ ഓരോരുത്തരും ഉയർന്നു കഴിയുമ്പോൾ, ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും. ഇതൊരു പ്രലോഭനമാണ്. അതാണ് ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ? ഉയർന്ന സ്ഥലത്ത് നിർത്തുന്നത് ഞാൻ പറയും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമുക്ക് കാണിക്കുന്ന കാട്ടായം കാണുമ്പോൾ വേറെ ആരോ ആണ് അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കണമെന്ന് ഉറപ്പാണ്. എൻ്റെ മക്കളെ പേയ്മെൻ്റാണ് ഇതെല്ലാം മുഴുവനും. അത് വെച്ച് നമ്മൾക്ക് അത് ദൈവദൃശ്യനെതിരെ അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമെന്ന് ദൈവത്തെടുത്ത് നടക്കത്തില്ല പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ. പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത്? അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയർ ആക്കണം. മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വശത്താണ് നിൽക്കണമെന്നുള്ളതിന്, അല്ലാതെ 2 ബില്ലിക്കും ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിന്നെ ഞാൻ ചെയ്യുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സഹായം ചെയ്യുമെന്ന് ചോദിച്ചാൽ, എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും, രോഗികളെ പോയി സന്ദർശിക്കും. എനിക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ സഹായം ചെയ്യും. പിന്നെ ഇവിടെ വന്ന് ഓരോ ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് തൈലം കൊണ്ട് പ്രാർത്ഥിക്കും. പിന്നെ കാശ് രൂപമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും, ഉപ്പ്, തേന് ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. ഓരോരുത്തർ പുതിയ പുതിയ ആളുകളുടെ അടുത്ത് എന്ന് പറയും. ഇവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ ഓരോ അംഗങ്ങളുടെ അടുത്ത്, എനിക്ക് കാണുന്നവരത്തെല്ലാം ഞാൻ വിളിച്ചു പറയും. ഒരുപാട് അപകടങ്ങളിൽ നിന്ന് തന്നെ, പറഞ്ഞും പറയാത്ത ഒരുപാട് അപകടങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങളെയും എന്നെ എൻ്റെ കുടുംബത്തിനെ അമ്മ മാതാവ് രക്ഷിച്ചു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതുവരെ എൻ്റെ ഈ സാക്ഷ്യം കേട്ട് നിരവധി പേര് ഇവിടെ വരികയും ഈ വിശ്വാസത്തിലേക്ക് വളരുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. എൻ്റെ പേര് പെണ്ണമ്മ ജോസ്. ഞാൻ തലയിലപ്പറമ്പിൽ നിന്ന് വരുന്നു. ഞാൻ 2018 ഒക്ടോബറിലാണ് ഉടമ്പടി എടുത്തിരുന്നത്. 4ാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ലഭിച്ച അനവധിയായ അനുഗ്രഹങ്ങൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യങ്ങൾ പോലും മാതാവ് നടത്താതെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ ഞാൻ ആദ്യമായി പറയുന്നത് എൻ്റെ ഒരു സ്ഥലം വിൽപ്പനയുടെ കാര്യമാണ്. വിൽപ്പന നടക്കാൻ വളരെയേറെ തടസ്സങ്ങളായിരുന്നു ആ സ്ഥലത്തിൻ്റെ. ഞങ്ങളുമായി പരസ്പര ജാമ്യത്തിൽ എടുത്തിരുന്ന വേറൊരു കക്ഷിയുടെ സ്ഥലം ജപ്തി വന്നപ്പോൾ ഞങ്ങളുടെ സ്ഥലം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് ജപ്തി ഒഴിവാക്കി എടുത്തതായിരുന്നു. അത് വിൽക്കേണ്ടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. കാരണം ഒന്നാമത്തെ തടസ്സം തന്നെ, ആ വ്യക്തി ബിസിനസ്സുകാരനായിരുന്നു. ആ മനുഷ്യൻ കുറച്ച് 10 ലക്ഷത്തിൻ്റെ ഫിനോയിൽ ഐറ്റങ്ങൾ വാങ്ങിച്ച് 2018 വെച്ചിരുന്നു. കൊറോണ വന്നപ്പോൾ അതൊന്നും വിറ്റ് പോകാതെ വന്നതുമൂലം അതെല്ലാം അവരുടെ ഈ വീടിൻ്റെ പരിസരത്തെല്ലാം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് ഉപയോഗശൂന്യമായത് കാരണം വെറുതെ പോലും ആരും കൊണ്ടുപോകില്ലായിരുന്നു. ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു. ഇതെങ്ങനെയൊന്ന് ഒഴിവാക്കും എന്നോർത്ത് വിഷമിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ കണ്ട മാർഗം എന്നാന്ന് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും ഈ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തന്നെ അമ്മേ, എങ്ങനെ ഞങ്ങൾ ഒഴിവാക്കും? ഈ സാധനം എവിടെ കൊണ്ട് കളയും? ഉപയോഗശൂന്യമായ സാധനം, അത് ഈ രാസവസ്തുക്കളൊക്കെ ചേർന്നല്ലേ, ഒഴിച്ച് കളയാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ഒത്തിരിയുണ്ട്, 10 ലക്ഷത്തിൻ്റെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അത്ഭുതകരമായിട്ട് ഒരു ആക്രിക്കാരൻ കയറി വന്നു. ഇച്ചിരി മുകളിലാണ് ഈ സ്ഥലവും വീടും. ആക്രിക്കാരൻ കയറി വന്നിട്ട് പറഞ്ഞു, ഒരാൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കുറച്ച് ആക്രി കൊടുക്കാനുണ്ടെന്ന്. സന്തോഷത്തോടെ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ഇതാണ് ആക്രി കൊടുക്കാനുള്ളത്, അത് നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ 4 വണ്ടി നിറച്ച് 2 ദിവസങ്ങളായിട്ട് ആ സാധനം വേറൊരാളെയും കൂടെ കൂട്ടി കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒഴിവാക്കി തന്നു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആ വീട് വിൽക്കണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി, അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് അത് വിൽക്കുവാനും ഉടനെ തന്നെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് സാധ്യമാക്കി തന്ന നല്ല വിലയ്ക്ക് തന്നെ ആ സ്ഥലം വിൽക്കുവാനും സാധിച്ചു. അതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയോട് വന്ന് അപേക്ഷിച്ച അമ്മ അപേക്ഷിക്കുന്ന ഒരു കാര്യവും എൻ്റെ അനുഭവത്തിൽ അമ്മ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ ഉടനടി ഇടപെടുകയും കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കി തരികയും ചെയ്ത അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്നത്, എൻ്റെ ഈ മകളുടെ ഒരു കണ്ണിന് തിമിരമായിട്ട് ഓപ്പറേഷൻ ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കണ്ണിനും ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്കാണ്, തിമിരമായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്, കാഴ്ച കുറവായതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്
ഡോക്ടർക്കും മനസ്സിലാകുന്നത് കണ്ണിൻ്റെ ലെൻസിൻ്റെ അടിയിൽ തിമിരമുണ്ടെന്നുള്ളത്. ഇത് ഞാൻ മോളുടെ കൊടുക്കാം. അപ്പോൾ മോള് കാര്യം പറയട്ടെ. എൻ്റെ പേര് ടെസൻ. അമ്മച്ചി പറഞ്ഞതുപോലെ ഒരു കൊല്ലം മുമ്പ് എൻ്റെ ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തതാണത്. കാറ്ററാക്ട് ആണെന്ന് പറഞ്ഞാണ് ഓപ്പറേഷൻ ചെയ്തത്. അത് കഴിഞ്ഞ് പതിയെ മറ്റേ കണ്ണിനുമായി. അങ്ങനെ കാറ്ററാക്ട് എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ എന്നെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാരെന്തോ അടക്കം പറയുന്നത് എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ ശരിക്കും പേടിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സാധാരണ കണ്ണിൻ്റെ കെട്ടഴിക്കുന്നത്. കെട്ടഴിക്കുമ്പോൾ എല്ലാവർക്കും കാഴ്ച കിട്ടും, പക്ഷേ എനിക്ക് മാത്രം ഒരു വെട്ടം പോലെ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഇത്തിരി താമസം എടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കെട്ടൊക്കെ അഴിച്ച് എൻ്റെ വീട്ടിലായിരുന്നു, എൻ്റെ കോട്ടയത്തായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു പേടിക്കേണ്ട. അമ്മച്ചിയുടെ കണ്ണിൽ, എൻ്റെ ഇടത് കണ്ണിലായിരുന്നു ലാസ്റ്റ് സർജറി ചെയ്തത്. അമ്മച്ചിയുടെ ഇടത് കണ്ണിൽ വീട്ടിലിരുന്ന് അമ്മച്ചി തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടർ ചെല്ലാനാണ് പറഞ്ഞത്. അതുവരെ എനിക്ക് ഒരു 2 ദിവസമായിട്ടും 3 ദിവസമായിട്ടും ഒരു വെട്ടം മാത്രമേ ഉള്ള കണ്ണിൽ. ഒരാഴ്ച അമ്മച്ചി ഇതിങ്ങനെ എപ്പോഴും 2 നേരവും തൈലം തൂത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടറിനെ ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ സർജറിയുടെ സമയത്ത് പറയാതിരുന്നതാണ്, അത് കാറ്ററാക്ട് അല്ലായിരുന്നു, അത് കണ്ണിൻ്റെ കാഴ്ച പോകുന്ന പാട കെട്ടുന്ന ഒരു ഇതായിരുന്നു. അപ്പം സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡോക്ടറും അത് കാണുന്നത്. ലെൻസിൻ്റെ അടിയിലേക്കല്ല അതായി. അതിനു മുമ്പ് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ലെൻസിൻ്റെ അടിയിലേക്ക് വന്നതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടർ അതാണ് അവരടക്കം പറഞ്ഞത്, അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒരു 80% കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരി ഒരാഴ്ച കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം വന്നു. ഞാൻ ഒരു കണ്ണടച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ സംഭവിച്ചു, ഞാൻ ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാണ്, എൻ്റെ സർജറി ഫെയിലാവുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടി. ഇപ്പോൾ എനിക്കൊത്തിരി വ്യത്യാസമുണ്ട്, നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ ഞാൻ അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. എനിക്ക് സാക്ഷ്യം പറയാറായിട്ടില്ല, എങ്കിലും ഇപ്പം അമ്മ മാതാവ് അനുഗ്രഹിച്ചാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ 6 നിയോഗം കഴിഞ്ഞ തവണ വെച്ചിരുന്നു. അപ്പോൾ അതിൽ വർഷങ്ങളായിട്ട് എൻ്റെ ഒരു വലത്തെ ചെവിയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനതിന് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് എടുക്കുമോ ഒന്നും ചെയ്തില്ല. എപ്പോഴും ഒരു വിശ്വാസം, പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും എനിക്കത് മാറിക്കിട്ടും. ഞാൻ ഇന്നുവരെ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ തവണ ഉടമ്പടി വെച്ചു. ഉടമ്പടി വെച്ചതിൽ ഞാൻ ഇങ്ങനെ എഴുതിയത് എനിക്ക് ഇന്ന് തന്നെ ഇത് മാറ്റിത്തരണമെന്ന്. അപ്പം അന്ന് തന്നെ എനിക്ക് മാറിയൊന്നും കിട്ടിയില്ല, പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ചിലപ്പോൾ അത് ഇല്ലാണ്ടാവും. അപ്പം ഞാൻ വിചാരിക്കും ശരി അത് മാറിക്കിട്ടി, ഞാൻ ഉടമ്പടി വെച്ച എൻ്റെ ഇതുകൊണ്ട് മാറിക്കിട്ടി. പക്ഷെ ചിലപ്പോൾ അത് തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പം 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കാറ്റിങ്ങനെ ശക്തമായിട്ട് അടിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ ദിവസവും കുർബാന കൂടണമെന്ന് നിയോഗമുണ്ട്. അപ്പോൾ എനിക്ക് സാധിക്കുന്ന ദിവസം പള്ളിയിൽ പോകും, അല്ലാത്ത ദിവസം ഞാൻ എല്ലാ ദിവസവും ഓൺലൈൻ കുർബാന കൂടും. അപ്പം ഞാൻ ഒരു ദിവസം ഓൺലൈൻ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായി. ഞാൻ കണ്ണിന് സർജറി ചെയ്യാൻ ആ സമയത്ത് ഡോക്ടർ എനിക്ക് പ്രഷറുള്ളതാണ്. പ്രഷർ എന്ന് വെച്ചാൽ ജന്മനാൽ എൻ്റെ ഒരു വാൽവ്, ചിലരുടെ കൈവിരലൊക്കെ ചെറുതായിട്ട് വളഞ്ഞിരിക്കുന്ന പോലെ ഒരു വാൽവിൻ്റെ ഒരു ചെറിയ വളവ് മൂലം പ്രഷറുണ്ട്. അപ്പോൾ എനിക്ക് വേറെ ഉപദ്രവമൊന്നും ചെയ്യില്ലേലും എൻ്റെ പ്രഷർ എപ്പോഴും 180 110 ഒക്കെ ആയിരിക്കും. എനിക്കൊരു സർജറിക്കൊക്കെ കയറുമ്പം സർജറിക്ക് എപ്പോഴും പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. അപ്പോൾ ആ സർജറിയുടെ സമയത്ത് എന്നെ കണ്ട കാർഡിയോളജിസ്റ്റ് എനിക്കൊരു പ്രഷർ മെഡിസിൻ മാറ്റി ചേഞ്ച് ചെയ്ത് തന്നിരുന്നു, ഇച്ചിരി ഹൈ ഡോസ്. അതിനു മുമ്പ് ഞാനൊരു ചെറിയ ഡോസ് മരുന്ന് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കുർബാന കൂടിയപ്പം, ഞാൻ ഈ 1 മാസമായിട്ട് എന്നെ ആ ചെവിയുടെ പ്രശ്നം അലട്ടിക്കൊണ്ടിരുന്നില്ല. അതായത് ഞാൻ ആ ഗുളിക കഴിച്ചപ്പോഴാണ് എൻ്റെ പ്രഷർ ഭയങ്കര അധികമായിട്ട് കൂടിയതാണ്, ഇതെൻ്റെ ചെവിയിലേക്ക് വ്യാപിച്ചതാണെന്ന് എനിക്ക് ആ കുർബാന കൂടിയപ്പോൾ മനസ്സിലായി. അതുവരെ ഞാനൊരു മൈൽഡ് ഡോസ് മെഡിസിനാണ് എടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുർബാന കൂടി പെട്ടെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു
എനിക്കിങ്ങനെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി. അപ്പം ഞാനൊരു നേഴ്സാണ്, അപ്പോൾ എനിക്ക് മെഡിസിൻ അത്യാവശ്യം എൻ്റെ ഇതൊക്കെ അറിയാം. അപ്പം ഞാൻ തന്നെ എനിക്ക് ഡോക്ടർ തന്ന ആ മെഡിസിൻ ഞാൻ പിറ്റേ ദിവസം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയുടെ പ്രശ്നം അത് മാറി. ഇപ്പം എനിക്ക് അമിതമായിട്ട് എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നേരത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് എന്നൊരു 5-6 വർഷമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ്. അത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. എപ്പോഴെങ്കിലും എനിക്ക് അത് പ്രാർത്ഥിച്ച് മാറി കിട്ടുമെന്ന് ഒരിതുണ്ടായിരുന്നു. അപ്പം ആ കുർബാന കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഈശോ അത് വെളിപ്പെടുത്തി തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ആ ടാബ്ലറ്റ് ഞാൻ തന്നെ ചേഞ്ച് ചെയ്തു. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് എൻ്റെ കഴിഞ്ഞ ഒരു തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പം വെച്ചിരുന്ന ഒരു നിയോഗമാണ്. ഇപ്പം എനിക്കൊരു അവസരം കിട്ടിയപ്പം ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ പറയുകയാണ്. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഈ മോള് പറഞ്ഞ ഈ ചെവിയുടെ സാക്ഷ്യം അതുപോലെ തന്നെ മുഴക്കമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ട നിമിഷം മുതൽ ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ 2 ചെവിയുടെയും സൈഡിൽ ഈ ഭാഗത്തും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് മോൾക്കത് മാറിയത് മാതാവ് മാറ്റിത്തന്നാണെന്നാണ്. മാതാവിൻ്റെ വിശുദ്ധ തൈലം തേച്ച് മാറ്റിത്തന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് ഒത്തിരി രോഗസൗഖ്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിൽ കുഞ്ഞു പിള്ളേർക്കും ഒക്കെ ലഭിച്ചിട്ടുണ്ട്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞു. എൻ്റെ പേര് അലീന. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബർ 16-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങളൊരു ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അത് ഇച്ചിരി സ്പീഡപ്പ് ആകാൻ വേണ്ടിയായിരുന്നു. കാരണം ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃപാസന മാതാവ്, സഞ്ചാരി മാതാവ്, സമയത്തിന് മേൽ അധികാരമുള്ള മാതാവ്, സമയ ചുരുക്കമായിട്ട് കാര്യങ്ങൾ നടത്തി തരുമെന്നൊക്കെ ഒരുപാട് സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് കൊടുത്ത് അതൊന്ന് പെട്ടെന്നാക്കി കെട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് ഡിസംബർ 12-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ കാനഡയിലോട്ട് പോകാനായിട്ടാണ്. എൻ്റെ സ്റ്റുഡൻറ്റ് വിസ കിട്ടി. അതിനുശേഷം ഹസ്ബൻഡിനും മക്കൾക്കും വേണ്ടിയാണ് ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ജനുവരി ആയപ്പോൾ കാനഡയിൽ നിന്ന് പുതിയൊരു അപ്ഡേഷൻ വന്നു. ഇനി സ്പൗസ് വിസ നിർത്തലാക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡേറ്റ് ഒന്നും കൺഫേം ചെയ്തില്ല, എന്ന് തൊട്ടുള്ളവർക്കാണ് എന്നൊന്നും. അപ്പോൾ അതൊരു ടെൻഷനായി. ഇത് ഡിപ്പെൻഡൻറ്റ് വിസ കിട്ടണമെന്നുള്ള മിനിമം ചാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി പെർമിറ്റ് ഉണ്ടായിരിക്കണം. അതായത് സ്റ്റുഡൻറ്റിന് സ്റ്റഡി പെർമിറ്റ് കിട്ടുകയാണെങ്കിലാണ് കൂടുതൽ പോസിബിലിറ്റി. അപ്പോൾ ഞാൻ ജനുവരിയിലേക്കാണ് അപ്ലൈ ചെയ്തതെങ്കിൽ പോലും എനിക്ക് സീറ്റിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് സെപ്റ്റംബറിലോട്ട് പോസ്റ്റ്പോൺ ചെയ്തു. അപ്പോൾ എനിക്ക് സ്റ്റഡി പെർമിറ്റ് കിട്ടിയിട്ടുമില്ല. പുതിയൊരു നിയമം ഇങ്ങനെ വരികയും കൂടെ ചെയ്തപ്പോൾ ടെൻഷനായി. അപ്പോൾ ഞാൻ സാന്റാമോണിക്ക വഴിയാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഏജൻസിയിൽ ലാസ്റ്റ് വിളിച്ചും ഇങ്ങനെ ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണെന്ന് തിരക്കിയപ്പോൾ പറഞ്ഞു ചാൻസ് കുറവാണ്, വലിയ പ്രതീക്ഷ വേണ്ട. കാരണം കൂടുതലും മെറിറ്റ്സ് എന്നെക്കാളും മെറിറ്റ് ഉള്ളവർ, സ്റ്റഡി പെർമിറ്റ് ഉള്ളവരൊക്കെ പോലും റിജക്ഷനാണ് വരുന്നത് ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ ഇച്ചിരി പ്രതീക്ഷ അത്ര വേണ്ടെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ കൂടുതൽ ടെൻഷനായി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിരുന്നത് കൊണ്ടും ഉടമ്പടി 1ാമത്തെ വട്ടം പുതുക്കി കഴിഞ്ഞ ശേഷം അച്ഛനെ കാണാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ അച്ഛനെ കണ്ടു, ബ്ലെസ്സിങ് വാങ്ങി. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 3-ാം തീയതിയാണ് അച്ഛനെ കാണുന്നത്. 3 കഴിഞ്ഞ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കഴിഞ്ഞു. മെയ് 6-ാം തീയതി ആയപ്പോൾ അത്ഭുതമായിട്ട് എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറയുന്നു നിങ്ങളുടെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏജൻസിയിൽ ആ സ്റ്റാഫ് തന്നെ പറയുന്നു ആക്ച്വലി മെയിൽ വന്നപ്പോൾ ഓപ്പൺ ചെയ്യാനായിട്ട് ആദ്യം മടിയായിരുന്നു. കാരണം അവർക്ക് ഒരു പോസിബിലിറ്റി ഇല്ലാത്ത കേസാണ്, എങ്ങനെ പറയും ആ കുട്ടിയെടുത്ത് എന്നുള്ള വിഷമത്തിൽ ആദ്യം നോക്കിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ സക്സസ് ആയത് കണ്ടതും അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിനു വേണ്ടി തന്നെ ഹസ്ബൻഡ് 1.5 വർഷമായിട്ട് നാട്ടിൽ തന്നെ നിൽക്കുകയാണ്.
കാരണം ഈ വിസയുടേത് ഓക്കെ ആണോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് വേണം ഹസ്ബൻഡിന് തിരിച്ച് ജോലിക്കും കയറാനായിട്ട്. അപ്പോൾ അത് മാതാവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു കിട്ടി. അതുപോലെ തന്നെ ഇവിടെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതാണ് ചൊവ്വാഴ്ചകളിൽ. അപ്പോൾ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മളെ ഉടമ്പടി എടുക്കാനായിട്ട് നമ്മളൊരു പെട്ടെന്നൊരു ദിവസം വരുന്നതായിട്ടല്ല, നമ്മളെ ഉടമ്പടിയിലേക്ക് ക്ഷണിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ IELTS ആണല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ, വിദേശത്ത് പോകണമെങ്കിൽ ആദ്യം IELTS എഴുതണം. കാനഡയിലൊരു മിനിമം സ്കോറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം IELTS എഴുതിയത് തന്നെ ജസ്റ്റ് എഴുതി നോക്കാം എന്നുള്ള രീതിയിലാണ്. ഒരു ഉച്ച കഴിഞ്ഞുള്ള ഒരു ഹാഫ് ഡേ ക്ലാസ്സാണ് ഞാൻ IELTS അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ വന്നാലും കുട്ടികളുമായിട്ട് പഠിക്കാനൊന്നും സമയം കിട്ടാറില്ല, എങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കാനഡയിലോട്ടുള്ള സ്കോർ ആക്ച്വലി 6.5 ആണ് ഓവറോൾ. അതിൽ എനിക്ക് ഒരു മൊഡ്യൂൾ 5.5 ആയി. അപ്പോൾ ഏജൻസി പറഞ്ഞു ഇപ്പോഴത്തെ സ്കോർ അനുസരിച്ച് പറ്റത്തില്ല, എന്നാലും ഓഗസ്റ്റ് 10 തൊട്ട് പുതിയൊരു റൂള് വരുന്നുണ്ട്, അതിൽ PTയും കൂടി അക്സെപ്റ്റഡ് ആക്കുന്നുണ്ട്. അപ്പം IELTSൻ്റെ ഒരു സ്കോർ 5.5 ആണെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു.